Hamir Gold and Diamonds. മെഡിക്കൽ കോളേജില് മരുന്നില്ല. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം. ഈ എച്ച് സലാമുണ്ടല്ലോ MLA, ഈ MLAയുടെ നേതൃത്വത്തില് ഒരു പുതിയ മാഫിയ സംഘം ഉണ്ടായിട്ടുണ്ട്. ആ മാഫിയ സംഘത്തിന്റെ പണി എന്താണെന്നറിയാം? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാഫിയ മേഖലയാണ് അവയവ കച്ചവടം. ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കാൻ ശ്രമിക്കുന്നു, എച്ച് സലാം അടക്കമുള്ള MLAമാർക്ക് ഈ അമ്പലപ്പുഴ മെഡിക്കൽ കോളേജുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവയവ കച്ചവടത്തിന് ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പിന്നിൽ പലതുമുണ്ട്. നമ്മള് ഈ അവയവ കച്ചവടം എന്നൊക്കെ പറയുമ്പോ ഇതൊന്നും കേരളത്തിൽ നടക്കില്ല എന്നല്ലേ? ഇപ്പൊ പത്രങ്ങൾ എടുത്ത് നോക്ക് നിങ്ങള്. അവയവ കച്ചവടം പോരാ, മരുന്ന് കച്ചവടം. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് കിട്ടൂ. ഈ മരുന്ന് എവിടുന്ന? മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കുന്നതാണോ? അല്ല, മെഡിക്കൽ കോളേജിൽ മരുന്നൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതുണ്ടാക്കുന്ന കമ്പനിയുണ്ട്. ആ കമ്പനിക്കാരെടുത്ത് പോയിട്ട് ഒരു കഫ് സിറപ്പ്, ആ കഫ് സിറപ്പില് കണ്ടന്റ് ഉണ്ടാവില്ല, ആ കഫ് സിറപ്പിൽ വേണ്ട കണ്ടന്റ് ഇല്ല. എന്നിട്ട് കുറെ ശർക്കരയൊക്കെ വെച്ചൊരു സാധനം ഉണ്ടാക്കും. എനിക്കിതിന്റെ കംപ്ലീറ്റ് കാര്യം അറിയുന്ന ആളാ. കാരണം ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് കൊല്ലങ്ങളായി വർക്ക് ചെയ്ത ആളാ. 10ന് 10 ഓഫറുമായിട്ട് മേടിച്ചു വെക്കും. ഇത് ഈ MLA കൂട്ടിന് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അങ്ങനെ പാരസെറ്റമോൾ മരുന്ന് പനിക്ക് കൊടുത്താൽ പനി മാറില്ല, കാരണം അത് ചുണ്ണാമ്പൊടിയാ. ഇതേപോലെ മരുന്നിൽ വ്യാജ മരുന്ന് നിങ്ങൾ കണ്ടിൽ ഇത് കൊടുക്കുന്ന ചില പ്രത്യേക ഏജൻസിയുണ്ട്. ആ ഏജൻസിയിൽ അന്വേഷണം വന്നപ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴയിലോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ അതിന്റെ അന്വേഷണവുമായി പോയ ഗോഡൌൺ മുഴുവൻ കത്തി. ആ ഗോഡൌണിലെ മരുന്ന് മുഴുവൻ കത്തി. എന്താ കാരണം? ഇതൊന്നും യഥാർത്ഥ മരുന്നല്ല. വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഉത്തരവാദികൾ വീണ ജോർജും MLA എച്ച് സലാമാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. സൂപ്രണ്ടിനെയും MLAയും സലാം പറഞ്ഞയച്ചാലേ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും തലയിൽ ഉത്തരവാദിത്തം കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള MLAയുടെയും CPMന്റെയും ശ്രമത്തിന്റെ ഫലമാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ LDF നടത്തിയ സമരമെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തയ്യാറാകാത്ത പക്ഷം ആരോഗ്യമന്ത്രിയെ വഴിയിൽ തടയുമെന്നും B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മെഡിക്കൽ കോളേജ് മാഫിയ സംഘങ്ങളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക, രോഗികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുക, മെഡിക്കൽ കോളേജിനെ തകർത്ത് സ്വകാര്യ രോഗികളെ സഹായിക്കുവാനുള്ള MLAയുടെ നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് MB ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ധർണയിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ, PK വാസുദേവൻ, TK അരവിന്ദാക്ഷൻ, G വിനോദ് കുമാർ, കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, C മധുസൂദനൻ, മോഹൻകുമാർ, സഞ്ജു കുരുവിള, കലാ രമേശ് എന്നിവർ സംസാരിച്ചു. ഈ സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണോ എന്ന് പറയേണ്ടി വരില്ലേ? ആളുകൾ മരിക്കുക, സാംക്രമിക രോഗങ്ങൾ മഴക്കാലത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണോ? കൊതുകുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, സാംക്രമിക രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പിണറായി വിജയൻ ഭാര്യ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ടൂറിന് പോയി. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ടൂറിന്. അയാൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അയാൾക്ക് ഈ കാര്യത്തെക്കുറിച്ചൊന്നും അറിയേ വേണ്ട. അയാൾ ടൂറിന് പോയി. ആ പണമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ കാര്യങ്ങൾ ചെയ്തൂടെ? ആ ജില്ലയിലാണോ ഈ മെഡിക്കൽ കോളേജ്? ഈ അമ്പലപ്പുഴയിലുള്ള ഈ മെഡിക്കൽ കോളേജ്, ഈ ആലപ്പുഴ ജില്ലയിലുള്ള മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഈ ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നില്ല? അതുകൊണ്ട് ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയിൽ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയെ ഭാരതീയ ജനതാ പാർട്ടി കടത്തില്ല എന്ന് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വീണയെ ഞങ്ങൾ തടയും. വീണയ്ക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ആലപ്പുഴ ജില്ലയിൽ ചോദിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.